യേശുവിൻ്റെ രക്ഷയും സഹവാസവും അനുഗ്രഹവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ജീവിതത്തിലെ മാതൃകകളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. യേശു ലോക ജനതയ്ക്ക് മുഴുവൻ എന്നും ഒരു മാതൃകാ പുരുഷനാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പൂർണ്ണനായ ഒരു മനുഷ്യനാരെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിൻ്റെ ജീവിതം മാതൃകാപരവും ലളിതവുമായിരുന്നു. ഒരേ സമയം എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ഒരേ സമയം ദൈവികതയിൽ നിലനിൽക്കുകയും ചെയ്ത അസുലഭമായ ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റേത്. ഇതിനപ്പുറത്തേക്ക് ജ്ഞാനം, ക്ഷമ, ദൈവസ്നേഹം, ദൈവികത, മനുഷ്യസ്നേഹം, പരിശുദ്ധാത്മാവുമായുള്ള സഹവാസം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എടുത്തെടുത്ത് പറയുവാനുണ്ട്. ദീർഘമായി പഠനവിധേയമാക്കാൻ കഴിയുന്ന, ആഴത്തിൽ പഠനവിധേയമാക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങളുടെ, സ്വത്വങ്ങളുടെ ആകത്തുകയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം. ആ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ടത് ഏറ്റവും നല്ല പാഠങ്ങൾ മാത്രമാണ്. അവൻ്റെ സഹനത്തിൻ്റെ പാഠം, അവൻ്റെ ക്ഷമയുടെ പാഠം, ദൈവത്തിൽ ഏകനായി, ദൈവത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നുള്ള പാഠം, പരിശുദ്ധാത്മാവുമായി സഹവസിച്ചുകൊണ്ട് ഒരേ സമയം ദൈവവും മനുഷ്യനുമായി എങ്ങനെ ജീവിക്കാമെന്ന പാഠം, ജ്ഞാനത്തിൽ ജീവിക്കുക, അതോടൊപ്പം മഹത്വത്തിൽ ജീവിക്കുക. ഒരു മനുഷ്യൻ അവൻ്റെ മഹത്വം അവൻ്റെ പ്രവൃത്തികളിലൂടെ പ്രഖ്യാപിക്കുന്നു, വെളിപ്പെടുത്തുന്നു. യേശു തൻ്റെ മഹത്വം തൻ്റെ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിച്ചു, പ്രകടിപ്പിച്ചു. യേശുവിൻ്റെ ദൈവികതയും മാനുഷികതയും ഒരേ സമയം അത്ഭുതങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ ഓരോ ചുവടുകളിലും, നമ്മുടെ ഓരോ ചിന്തകളിലും, ഓരോ പ്രവൃത്തികളിലും, ഓരോ തീരുമാനങ്ങളിലും, ഓരോ കാരണങ്ങളിലും യേശുവിൻ്റെ കരങ്ങളുണ്ടാകണം. യേശുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാവണം. യേശു പഠിപ്പിച്ച പാഠങ്ങളുണ്ടാവണം. നാം പ്രതിസന്ധികളിൽ ഉയരുമ്പോൾ, നമ്മുടെ വഞ്ചി കാറ്റത്തുലയുമ്പോൾ, നമ്മുടെ കപ്പൽ മുങ്ങാനൊരുങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, നാം കൊളുത്തി വെച്ച വിളക്കുകൾ അണയുവാനായി കാറ്റ് വീശുമ്പോൾ, നമുക്ക് ആശ്രയിക്കുവാൻ ഏറ്റവും കരുതലുള്ള കരം, ഏറ്റവും കരുത്തുള്ള കരം അത് യേശുവിൻ്റെ കൈകളാണ്. അത് വിശ്വാസത്തിൻ്റെ കൈകളാണ്. അവനിലുള്ള വിശ്വാസം പ്രതിസന്ധികളിൽ ഒരുപാട് പേരെ കൈപിടിച്ചുയർത്തിയ, ഒരുപാട് പേരെ താങ്ങി നിർത്തിയ, ഒരുപാട് പേരെ വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച, ഒരുപാട് പേരെ അപകടങ്ങളിൽ നിന്നും പൊതുജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം, യേശുവിനുള്ള വിശ്വാസം കൊണ്ട് മാത്രം, അവനെ പ്രതിയുള്ള സഹനം കൊണ്ട് മാത്രം, അവനെ പ്രതിയുള്ള കരുതൽ കൊണ്ട് മാത്രം, ദൈവത്തിലുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രം, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും ഒന്നിക്കൽ കൊണ്ടും മാത്രം മനുഷ്യന് സാധിക്കുന്ന അതേ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ഓരോ നിമിഷവും കടന്നു വരാം. ഏത് നിമിഷവും കടന്നു വരാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കടന്നു വരാം. ഇന്നില്ല നാളെയില്ല, നമ്മൾ വേദനിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾ നീണ്ടു പോകുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത് പരിഹാരമില്ലാതെ അകന്നകന്നു പോകുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും, എത്ര പരിഹരിക്കാൻ ശ്രമിച്ചാലും ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാതെ നീണ്ടു പോകുമ്പോൾ, നമ്മൾ നിരാശയിലാണ്ട് പോകുമ്പോൾ, നമ്മൾ വേദനകളിൽ ആഴ്ന്നു പോകുമ്പോൾ, നമ്മൾ കണ്ണുനീരി കുതിർന്ന് കമന്ന് കടന്നുകൊണ്ട് വീണ്ടും മലമുറയിടുമ്പോൾ, നമ്മളും വിചാരിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുക, അകലെ ആ വെളിച്ചമുണ്ട്, അണയാത്ത വെളിച്ചമുണ്ട്, വിശ്വാസത്തിന്റെ വെളിച്ചമുണ്ട്. ദൈവം കൊളുത്തിയ ഒരു തിരിയുണ്ട്. ആ തിരിയിൽ നിന്നും ഒരല്പം വെളിച്ചവും ഒരല്പം ചൂടും ഒരല്പം ഒഴുകിയ മെഴുകും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ, നമ്മുടെ വിശ്വാസം അവനിലുള്ളതാകുമ്പോൾ, നമ്മുടെ വിശ്വാസം അവനിൽ ഉറച്ചതാകുമ്പോൾ, നാം വീണ്ടും പ്രതീക്ഷകളുള്ളവരാകുന്നു. നാം വിജയം വരിക്കേണ്ടവരാകുന്നു. നാം അന്തിമ വിധിയുടെ ദിവസത്തിൽ വിജയം വരിക്കേണ്ടവരാകുന്നു. ആ തീരുമാനം യേശുവിൽ ഉറച്ചു നിന്നുകൊണ്ടെടുക്കുമ്പോൾ നമ്മളൊരു വിശ്വാസിയായിത്തീരുന്നു. ഇന്ന് നമ്മൾ കാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. ഇന്ന് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ വിശ്വാസമാണ്. ഇന്ന് ഏറ്റവും അധികം മാറ്റുരച്ച് നോക്കപ്പെടുന്നത് ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയാണ്. കാരണം അതുപോലെയാണ് ഓരോ ദിവസവും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഓരോ നിമിഷവും മനുഷ്യൻ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആളുകളുടെ രൂപത്തിൽ, സംഭവങ്ങളുടെ രൂപത്തിൽ, വാർത്തകളുടെ രൂപത്തിൽ, സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ രൂപത്തിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ, നമ്മുടെ ശത്രുക്കളുടെ രൂപത്തിൽ, നമ്മുടെ അയൽപ്പക്കക്കാരുടെ രൂപത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ രൂപത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെയൊക്കെ രൂപത്തിൽ ഓരോരോ പ്രശ്നങ്ങളും നമ്മളെ ഓരോ ദിവസവും പുതിയതായി സമീപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, നമ്മൾ പിടിച്ചു നിൽക്കുവാൻ, വിജയിക്കുവാൻ നമുക്കുള്ള ബലമെന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസമാകട്ടെ. ആ വിശ്വാസത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനുള്ള തീരുമാനമാണ് ഇന്ന് ഈ നിമിഷം നാം എടുക്കേണ്ടത്.